ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്, വീണ്ടും പറയേണ്ടി വരുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. മമ്മൂട്ടിയുടെയും ഒപ്പം തന്നെ ജയറാം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെയും ബന്ധത്തെ കുറിച്ചിട്ടാണ്. എബ്രഹാം മോർസ് എന്ന് പറയുന്നത്, ജയറാം എന്ന് പറയുന്ന നടൻ മലയാളത്തിൽ ഏറെക്കാലമായിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് കുറെ തമിഴ് സിനിമകളൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. ഇപ്പോഴത്തെ മിഥുൻ മാനുവൽ തോമസ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് മലയാളത്തിലേക്ക് ഒരു ഗംഭീര സിനിമ നമ്മുടെ മുമ്പിൽ അങ്ങോട്ട് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ആ സിനിമ വിജയിക്കണമെങ്കിൽ ജയറാം എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മാത്രം, അല്ലെങ്കിൽ ആ ജയറാം എന്ന് പറയുന്ന മനുഷ്യന്റെ ആ ഒരു മെസ്മറിസം മാത്രം കൊണ്ട് സാധിക്കുമെന്നുള്ള സംശയം ഒരു പക്ഷേ അതിന്റെ നിർമ്മാതാക്കൾക്കുണ്ടായിരിക്കാം, മിഥുൻ മാനുവൽ തോമസ് ഉണ്ടായിരിക്കും, ഈവൻ ഒരു പക്ഷേ അതെനിക്ക് തോന്നുന്നത് ജയറാമിന് പോലും ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജയറാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയിൽ മമ്മൂക്ക അഭിനയിച്ചത് എനിക്ക് വേണ്ടി മാത്രമാണ്, അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഇത് ജയറാം എന്ന് പറയുന്ന ഒരു നല്ല നടന്റെ സിനിമയാണ്. അദ്ദേഹമാണ് അതിൽ നായക നടനായിട്ട് അഭിനയിക്കുന്നത്. അങ്ങനെ നായക നടനായിട്ട് തന്നേക്കാൾ ജൂനിയർ ആയിട്ട് ഒരാൾ അഭിനയിക്കുമ്പോൾ ആ സിനിമയിൽ പോയിട്ട് ഒരു വില്ലൻ വേഷം ചെയ്യാൻ തയ്യാറാവുക എന്ന് പറയുന്നത്, എനിക്ക് വളരെ പക്ക നെഗറ്റീവായിട്ടൊരു വേഷം, ഒന്നുമല്ലാത്തൊരു വേഷം ചെയ്യാൻ തയ്യാറാവുക എന്നൊക്കെ പറയുന്നത് ഒരു നടൻ എന്ന നിലയ്ക്ക് ഏതൊരാളും ചെയ്യുന്നതാണ്. എന്നാൽ അതേസമയം ഒരു മഹാനടൻ എന്ന നിലയ്ക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്തതും പറ്റാത്തതുമാണ്. നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ നോക്കിയാൽ മതി, പലപ്പോഴും മറ്റൊരു നടനെ സഹായിക്കുന്ന രീതിയിലുള്ള രംഗങ്ങളിലേക്കൊന്നും പലരും അങ്ങോട്ട് എത്തിച്ചേരാറില്ല. പക്ഷേ ഇത് 2024 2024 അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ജീവിതമാണ്. ആ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തു കളയും. കാരണം അദ്ദേഹത്തിനേക്കാൾ വളരെ ചെറുപ്പമായിട്ടുള്ള അർജുൻ അശോക് എന്ന് പറയുന്ന മനുഷ്യൻ നായകനായിട്ട് വരുന്ന ബ്രഹ്മയുഗം എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ വില്ലനായിട്ട് മമ്മൂക്ക തന്നെയാണ് അഭിനയിക്കുന്നത്. ഇപ്പോഴാ അദ്ദേഹം തന്നെ പറയുന്നു, ഇങ്ങനെയൊക്കെ വലിയ നടന്മാർ ഇങ്ങനെയും ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? ആളുകൾ പറഞ്ഞുകൊണ്ട് മാത്രം അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഞാൻ എങ്ങനെ എന്നെ ഒരു മഹാനടൻ എന്നും എന്നെ സൂപ്പർ സ്റ്റാർ ഒന്നും വിളിക്കാറില്ല, ഇനി സൂപ്പർ സ്റ്റാറുകൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ പാടില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സൂപ്പർ സ്റ്റാറുകൾക്ക് ഇങ്ങനെ ചെയ്യണം, ചെയ്യാൻ പാടില്ല, ഗംഭീരമായിട്ടുള്ള ചോദ്യമാണ് അത്. നമ്മുടെ മലയാളത്തിലുള്ള മറ്റു പല സൂപ്പർ സ്റ്റാറുകൾക്കുള്ള ഒരു ഉത്തരമായിട്ട് അത് മാറണം. കാരണം മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടനെ പോലെ, ആ ഒരു നല്ല നടനെ പോലെ മറ്റുള്ള സിനിമയിൽ ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സിനിമ വിജയിക്കുമെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ കൂടി മാറി ചിന്തിച്ചു കൂടാ എന്ന് മറ്റുള്ള നടന്മാർ കൂടി ചിന്തിക്കുന്ന ഒരു 2024 നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? ബൈ.